അപ്പം ഇന്ന് രാവിലെ ഇടിയപ്പം അതുപോലെ ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരിപ്പൊടിയൊക്കെ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് മിക്സാക്കി കൊടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. തലേ ദിവസം കുതിർത്ത് വെച്ച ചെറുപയറിലേക്ക് കിഴങ്ങും ഉള്ളിയും തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് ഉപ്പിട്ടൊന്ന് വേവിക്കാൻ വെക്കുക കേട്ടോ. വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ചൂടാറിയ പൊടി നന്നായിട്ട് കുഴച്ചിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് മാവാക്കി വെക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് വറുത്ത പൊടിയാണ് എടുത്തത് കേട്ടോ. പിന്നെ പ്രത്യേകം പറയാനുണ്ടോ, ഇത് നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ തന്നെ കുഴക്കണേ. നമ്മുടെ ഇഡ്ഡലി തട്ടിലേ കുറച്ച് എണ്ണയൊക്കെ തടവി കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ആ ഒരു നൂലപ്പത്തിൻ്റെ അച്ചിലിട്ടിട്ട് നന്നായിട്ട് അമർത്തി കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഇത് വെന്ത് വന്നാൽ നല്ല സോഫ്റ്റ് കുഴഞ്ഞ നല്ല അടിപൊളി നൂൽപുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ച ചെറുപയറും കിഴങ്ങൊക്കെ വെന്തു നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും വറ്റൽമുളകും ഇട്ടിട്ട് വറവിടാം കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള ചെറുപയർ കറിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാനൊന്ന് റോഡിലേക്ക് പോകുന്നുണ്ട്. ഞാനും മോള് കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ വെള്ളത്തിലൂടെ പോകണം നമുക്ക് റോഡിലേക്ക് എത്തണമെങ്കിൽ. പിന്നെ ആ ഒരു വെള്ളമൊക്കെ ചവിട്ടി നടക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഒരു ഫോം ഫില്ല് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പോയത്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ മോന് മദ്രസ ഇട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ നാടിൻ്റെ ഭംഗി കാണണമെങ്കിൽ മഴക്കാലം വരണം. എന്തൊരു ഭംഗിയാട്ടോ. അപ്പോൾ ഞങ്ങൾ പോരുമ്പോൾ മിഠായിയൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു മിൽക്കി ബാറില്ലേ അതൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ പോന്നു. ഉണ്ടോ വെള്ളം, ഇതൊക്കെ മനഃപൂർവ്വം ഓട്ടർഷ പിടിക്കാതെ വന്ന കേട്ടോ. ഈ ഒരു വെള്ളത്തേക്കൊക്കെ കളിച്ചിട്ട് നല്ല രസമാണ്. അത് കുറേ മീനുകളുണ്ട് കേട്ടോ. മോനാണെങ്കിൽ മീനിന് പിന്നാലെയാണ് കേട്ടോ. എന്ത് രസമല്ലേ കാണാൻ. അപ്പോൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഈ വെള്ളത്തിലൊക്കെ കളിച്ച് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.